ഗൈസ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതേ നല്ലൊരു മഷ്റൂം ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഇറങ്ങിയ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാനൊരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തു. ചുവട് കട്ടിയുള്ള പാത്രം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൈസൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണേ. അതിലോട്ട് ഞാനൊരു സബോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലോട്ട് നമ്മൾ സ്പ്രിംഗ് ഒനിയൻ്റെ ബൾബിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബീൻസ് കട്ട് ചെയ്ത് 1 കപ്പ് ചേർക്കാം, ക്യാരറ്റ് കട്ട് ചെയ്ത് 1 കപ്പ് ചേർക്കാം, പിന്നെ കാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പച്ചക്കറികളിലേക്കുള്ള ഉപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതും ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ മഷ്റൂം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കൊരു 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. മഷ്റൂം നന്നായിട്ടൊന്നും ആയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഇത് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം വെന്ത് വന്നു. നമുക്കിനി ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ റൈസ് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് റൈസ് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചു. നമ്മൾ തലേ ദിവസം ഫ്രിഡ്ജിൽ വേവിച്ചിട്ട് ഊറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രൈഡ് റൈസ് രുചി ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ അപ്പം തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈസ് വേവിച്ചു, എന്നിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ചൂടാറ്റി വെച്ചേക്കായിരുന്നു, വാലാൻ വെച്ചേക്കായിരുന്നു. അതിനുശേഷം നമ്മളപ്പോൾ റൈസ് ചേർത്ത് കൊടുത്തു. റൈസിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്തു, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് സോയയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റൈസ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒനിയൻ നല്ലപോലെ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി സ്റ്റൗവ് ഓഫാക്കാം, ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.